നിങ്ങൾ പറഞ്ഞ ആശയത്തിലെ കോൺട്രഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആ വാക്യത്തിൽ പറഞ്ഞ കാര്യത്തെ കുറിച്ചല്ല നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത്. ആ വാക്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സത്യമാർഗത്തിലുള്ളവർക്ക് കൊടുക്കുന്ന ആത്മചൈതന്യമാണ്. നിങ്ങൾ പറയുന്നു ഇല്ല, ഇത് കിട്ടിക്കഴിഞ്ഞാലും നേർമാർഗത്തിൽ ജീവിക്കാനുള്ള അവസരമാണ്, അല്ലെങ്കിൽ ആ ഒരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആദ്യം മുതൽ നിങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. പ്ലീസ് ഇത്തരത്തിലുള്ള വൃത്തികേടുകളുമായിട്ട് ഇങ്ങോട്ട് വരല്ലേ, നേരായ മാർഗത്തിൽ സംസാരിക്കുക പ്ലീസ്. അല്ല, ഇത് നിങ്ങളെ ഇത് ഖുറാനിസ്റ്റിന്റെ അഭിപ്രായമാണ്. സ്വന്തം അല്ല, എക്സ്പ്ലനേഷൻ. ഇത് നിങ്ങളെ ഒരു അഭിപ്രായമാണ്. നോക്കി, ഹോളി സ്പിരിറ്റ് എന്ന് പറയും ഒരു ദിവസം വന്നാൽ മതിയാവില്ല. നമ്മളെ ത്രൂ ഔട്ട് ലൈഫിൽ ഹോളി ശരി, സ്പിരിറ്റ് എവറി ഡേ നമുക്ക് എവറി സെക്കൻഡ് വേണം. നിങ്ങൾ കണ്ടിന്യൂ തന്നെ ആ ഗൈഡൻസ് ആണത്. വാക്യം വായിച്ചിട്ട് നിങ്ങൾ തന്നെ കണ്ടിന്യൂ ആ വാക്യം ഗൈഡൻസ് ആണ് സാറേ. വായിച്ചിട്ട് നിങ്ങൾ പറയും ഞാൻ നിങ്ങൾ ആ നിങ്ങളെ തന്നെ വാക്യത്തിൽ കോൺട്രഡിക്റ്റ് എഴുതിയിട്ടുള്ളത് ചെയ്തില്ല എന്താണെന്നറിയോ? എന്ന്. ഇല്ലല്ല, ചെയ്തിട്ടില്ല. അതിൽ നിങ്ങൾ തന്നെ എഴുതിയിട്ടുള്ളത് വാക്യം വായിക്കൂ, വിശ്വാസികളെ നിങ്ങൾ അല്ല. തന്നെ ആ വാക്യം വായിക്കൂ, ഇല്ല, നിങ്ങൾ നിങ്ങൾ തന്നെ ആ വാക്യം വായിക്കൂ, ഇടക്കേറിട്ട് എല്ലാം ഡൈവേർട്ട് ചെയ്തു നിങ്ങൾ ആ കംപ്ലീറ്റ്ലി. വാക്യം അത് വായിക്കൂ, ഞാൻ നിങ്ങളുടെ അടുത്ത് ആ നിങ്ങൾ ആ വാക്യം വാക്യം വെച്ചിട്ട് വായിക്കൂ, പറഞ്ഞു വീണ്ടും വായിക്കൂ, അത് നിങ്ങൾ ആ വീണ്ടും വാക്യം എങ്ങനെയാണ്. വായിക്കൂ, അല്ല സാർ, ഇല്ല നിങ്ങൾ ആ വേണ്ട, നിങ്ങൾ വാക്യം ഇങ്ങനെ വീണ്ടും വായിക്കൂ ഡിസ്റ്റർബ് സുഹൃത്തെ. ചെയ്യുന്നത് ഞാൻ സംസാരിക്കില്ല, നിങ്ങൾ ആവശ്യമില്ല. ഇതിൽ ഡിസ്റ്റർബൻസ് അല്ല, നിങ്ങൾ 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 ഡിസ്റ്റർബ് ആണ്. കോൺട്രഡിക്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു നിങ്ങൾ കാര്യം എന്തറിയോ, എന്നെ പറയുമ്പോൾ ഞാൻ തെറ്റാണ്, നിങ്ങൾ പ്ലീസ് ശരിയാണെന്ന് അല്ല, പ്രൂവ് ഈ ചെയ്യാൻ പ്ലീസ് ശ്രമിക്കുന്നത്. പ്ലീസ് സത്യാത്മാവെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇബ്രാഹിം ഷേഖ് വിചാരിച്ചേക്കുന്ന സാധനം എന്തുവാണ്? ഇറ്റ് ഇസ് എ സാർ, ഫിസിക്കൽ നിങ്ങൾ ഹോളി ബീയിങ്, ഇസ് ഇറ്റ് എ സ്പിരിറ്റിനെ ബീയിങ് ഓഫ് ഒരു സ്പിരിറ്റ്? നിമിഷം, ഞാൻ ഒരു ആയത്ത് ചോദിക്കുവാണ്. ഇബ്രാഹിമേ, ഈ മുഹമ്മദിന് ഈ ആത്മാവിനെ കുറിച്ച് അല്ല, ഇപ്പൊ അറിയാമായിരുന്നു? 6 ചോദ്യത്തിനാണ് ഞാൻ മറുപടി ബിക്കോസ് തരുന്നത്. ജിബോർ നിങ്ങൾക്ക് സംസാരിക്കുന്ന അറിയാമല്ലോ, ബിജു ജിബോ. അത് എങ്ങനെയാണ് അല്ല, എനിക്കറിയാൻ മനസ്സിലാവുന്നില്ല. അതായത് മുഹമ്മദിന് അറിയാമായിരുന്നോ? വാട്ട് ഡിഡ് മുഹമ്മദ് നിങ്ങൾ സേ ഇതിനെ അബൌട്ട് കുറിച്ച് ദി ഒരു സ്പിരിറ്റ്? ഡിബേറ്റ് ചെയ്താലോ ജിബോ? ഇതിനെ കുറിച്ച്, ഹോളി സ്പിരിറ്റിനെ കുറിച്ച്, കോൺസെപ്റ്റ് ഓഫ് ഖുറാൻ, അല്ലല്ല, കോൺസെപ്റ്റ് ഓഫ് ബൈബിൾ. ബിക്കോസ് ആസ് പെർ ഇസ്ലാം യു അല്ലല്ല, ഷുഡ് നോട്ട് ഞങ്ങൾ നോ ഇതിനെ അബൌട്ട് ദ ഡിബേറ്റ് ചെയ്യാം. സ്പിരിറ്റ്. ഇവിടെ ഡിസ്റ്റർബ് ആണ്. ഞാൻ സൂറ ഇതിനെ ഡിബേറ്റ് ചെയ്യാൻ 17 തയ്യാറാണ്. സൂറ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇബ്രാഹിം, നിങ്ങളിൽ വി ആർ റെഡി നോ. ആരെങ്കിലും ഹോളി സ്പിരിറ്റിനെ കുറിച്ച് സൂറ ഡിബേറ്റ് ആക്കാൻ 17 റെഡി ഉണ്ടോ? സൂറ അല്ല, അത് പിന്നെ 1785 ജിബോ ഫർദർ ടോക്സ് പിന്നെ സൂറ ചെയ്യാം. 1785 അതാണ് നിങ്ങളുടെ അതാണ് കോൺസെപ്റ്റ് കൊണ്ടുവരാതെ നിങ്ങൾക്ക് റെഫറൻസ് ഒന്നുമില്ല. ഞാൻ ഐ ബ്രിങ് യു ദ റെഫറൻസ് റൈറ്റ് അവേ. വേണ്ട. അതല്ല, സൂറ ഇതെല്ലാം വെച്ചിട്ടൊന്നും ഞാൻ 1785 സംസാരിക്കും. താങ്കൾ ഡിബേറ്റിന് റെഡിയാണോ? they ask ക്രിസ്ത്യാനിറ്റി. thee concerning the spirit, say the spirit by the command of thy Lord of knowledge, it is only a little that is communicated to you. അതായത് കുറച്ചുകൂടെ എന്ന് പറയുന്നത് അത്ര നോളജ് ഇല്ലെന്നാ കുറച്ച് മാത്രം. മുഹമ്മദ് അതിപ്പോ പറയുക. നമുക്ക് മുഹമ്മദിന് സ്പിരിറ്റ് അറിയാത്ത നമ്മളെ ലൈഫ്. കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു? ഇത് എന്താണ്? നിങ്ങൾ മുഹമ്മദിനെ അറിയോ? നിങ്ങൾ മുഹമ്മദിനെ അറിയില്ലല്ലോ. നിങ്ങൾക്ക് മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കേട്ടത് മാത്രമല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഓക്കെ, ഓർമ്മയിട്ട് നിൽക്കേ. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഹോളി സ്പിരിറ്റ് ഖുറാൻ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ ഡിഫൈൻ ഇത് ചെയ്യാം. നിങ്ങളെ വശം വെക്കാൻ ആരെങ്കിലും ഡിബേറ്റ് ചെയ്യാൻ റെഡി ഉണ്ടോ? ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കൃത്യമായ ഒരു നിലപാട് ഞാൻ മുമ്പിൽ വെക്കും. അല്ല, ഞാൻ ഹോളി നിങ്ങളെ ഹോളി സ്പിരിറ്റിനെ സ്പിരിറ്റിനെ കുറിച്ച് കുറിച്ച് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇബ്രാഹിം ഷേഖ്, ഒരു മിനിറ്റ്, നമുക്ക് അതിനെ കുറിച്ച് ഡിബേറ്റ് റെഡിയാണോ? ചെയ്യാം. ഇപ്പൊ ഇന്ന് പക്ഷേ ചെയ്യുന്നോ? ഇന്ന് അല്ല ചെയ്യാം വൈകുന്നേരം. അല്ല, ഒരു മിനിറ്റ്, അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം എക്സ്പ്ലനേഷൻ നടക്കത്തില്ല. ഇപ്പൊ നിങ്ങൾ ഓക്കെ, ഞാൻ ആത്മചൈതന്യം റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് അതിന്, അല്ലല്ല, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഈ ആത്മചൈതന്യവും ആത്മാവും എന്ന് പറയുന്നതിന്റെ അതിന്റെ മീനിങ്ങിന്റെ ഡിഫറൻസ് എന്തുവാ? നോക്കി, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മീനിങ് തന്നെ തെറ്റാണ് ചെയ്യുന്നുള്ളത്. ഹോളി സ്പിരിറ്റ് മീൻസ് ആത്മ ഇല്ല അവിടെ. ആത്മ അല്ല അത്. ഹോളി സ്പിരിറ്റ് എന്ന ആര് പവിത്ര പറഞ്ഞു? സ്പിരിറ്റ് എന്ന് സത്ത്. പറഞ്ഞാൽ സത്യത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്തുവാ? സത്യത്തിന്റെ അല്ല, ആത്മാവെന്ന് ആത്മാവ് പറഞ്ഞാൽ എന്തുവാ സോൾ അർത്ഥം? സോൾ ആത്മ സോൾ എന്ന് പറയും. ആത്മന് സോൾ വേറെ ആണ്, സ്പിരിറ്റ് വേറെ ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ അറിയും. ഞാൻ എന്റെ ലാസ്റ്റ് പൊന്നു ടൈം സാറേ, വന്നപ്പോൾ ഞാൻ സത്യത്തിന്റെ ക്ലാസ്സിൽ ആത്മാവെന്ന് തിരുത്തിയിട്ടുണ്ട്. പറഞ്ഞാൽ എന്തുവാ അർത്ഥം? സത്യത്തിന്റെ ആത്മാവ് അല്ലല്ല, അതൊരു ഫിസിക്കൽ ആത്മാവല്ല സാറേ. ബീയിങ് ആണോ? ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബീയിങ് ആണോ? എന്തുവാ? അല്ല, സ്പിരിച്വൽ ആണ് അത്. അത് ഗിബോർ, അത് നിങ്ങളെ പാസ്റ്റർ ഇവിടെ ലാസ്റ്റ് വീക്ക് ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, തിരുത്തി. അതായത് ആത്മാവല്ല ഹോളി സ്പിരിറ്റ്, സ്പിരിറ്റ് വേറാണ്, ആര് തിരുത്തി? ആര് തിരുത്തി? സോൾ വേറാണ്. ആര് ഇവിടെ തിരുത്തി? ഇവിടെ നിങ്ങളെ ഒരു ഏതോ പാസ്റ്റർ, എനിക്കറിയില്ല. നിങ്ങളെ പാസ്റ്റർ ഞാൻ പള്ളി ഏതെങ്കിലും ഒരാൾ പഠിപ്പിക്കുമ്പോഴായിരുന്നു. എന്തെങ്കിലും അത് നിങ്ങൾ, പറയുന്നതിന് ഞങ്ങൾക്ക് വി ആർ നോട്ട് റെസ്പോൺസിബിൾ. അതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. ബൈബിൾ എന്ത് ഓക്കെ, പറയുന്നു? വാട്ട് എക്സാക്ട്ലി ടീച്ചേഴ്സ്? ജിബോറിനോട് പറയാം. ജിബോർ, സ്പിരിറ്റ് വേറെ, സോൾ വേറാണ്. ഇത് രണ്ടും വേറെ വേറെ വേർഡ് ആണ്. ഓക്കെ, ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പവിത്ര ആത്മാവല്ല. ഹോളി സോൾ എന്ന് പറഞ്ഞാൽ പവിത്ര ആത്മാവാണ്. ഓക്കെ, ഹോളി സ്പിരിറ്റ് മീൻസ് പവിത്ര സത്താണ്. സത്ത് അല്ലെങ്കിൽ സാരം എന്ന് പറയാം. സാരം, എസെൻസ് ആണ്. സ്പിരിറ്റ് വേറെ ആണ്. ഓക്കെ, സ്പിരിറ്റ് എന്ന് സോൾ. പറഞ്ഞാൽ
സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ റൂഹ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്, അതായത് ആത്മാവ്. സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവല്ല ബ്രദർ, അറബിയിൽ നഫ്സ്. നഫ്സ്. ആത്മാവെന്ന് അറബിൽ നഫ്സ് എന്ന് പറയും. നഫ്സ് വേറെ റൂ വേറെ ആണ്. ആത്മാവ്. അതുകൊണ്ട് യുവർ നിക്ക് റോങ്, യുവർ ജിബോ റോങ്, സർ, കംപ്ലീറ്റ്ലി റോങ്. ഓക്കെ ആത്മാവ് ഓക്കെ, എന്ന് നിങ്ങൾ പറഞ്ഞാൽ റോങ് കേക്ക്, പ്രൂവ് ചെയ്യൂ. ആത്മാവ് ഞാൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ റൂഹാണ്. റൂഹാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ റൂഹാണ്. സാർ, അപ്പൊ നഫ്സ് എന്താണ്? പുള്ളി ഉം? പരസ്പര വിരുദ്ധമായ കാര്യം സംസാരിക്കുന്നത്, നഫ്സ്. പരസ്പര നഫ്സ് വിരുദ്ധമാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ്? സോൾ. നഫ്സ് എന്ന് പറഞ്ഞാൽ സോൾ, സോളിന്റെ മലയാളം എന്താണ്? ജീവൻ. ജീവന്റെ ഹയാത്ത് എന്ന് പറയൂ. ആത്മാവാണ്. സോൾ മീൻസ് ആത്മാവാണ് ബ്രദർ. എന്താണ് ഇബ്രാഹിമെ റോങ്. ഇബ്രാഹിമെ ഇത് ദേഹം ഒരു ദേഹി നിമിഷം. ആത്മാവ് റൂഹ്, റൂഹ്. ഒരു ഞാൻ നിമിഷം ഞാൻ പറയാമല്ലോ. അയ്യടാ, അതെ റൂഹ്. അല്ല അല്ല അല്ല, ഒരു നിമിഷം. അള്ളാഹുവിന്റെ റൂഹാണോ? സോളിന്റെ അത് മലയാളം ഒരു എന്താണ്? നിമിഷം സോളിന്റെ കേക്ക് മലയാളം, കേക്ക്. അള്ളാഹുവിന്റെ സോളിന്റെ മലയാളം, റൂഹാണോ നമ്മുടെ ഇവിടെ വന്ന് ഊതിയത്? സോളിന്റെ മലയാളം എന്താണ് ജിബോ ബ്രദർ? ദേഹി 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 സോളിന്റെ ദേഹി മലയാളം ദേഹം ദേഹി ആത്മാവ് കേട്ടിട്ടുണ്ടോ? ദേഹം ദേഹത്തിൽ ദേഹി കറക്റ്റ് ആത്മാവ് ശരീരമെന്നാണ്. കേട്ടിട്ടുണ്ടോ? ദേഹ കറക്റ്റ് ബോഡി, ആ ബോഡി, ദേഹി. ദേഹ ബോഡി, ദേഹ ഈസ് ബോഡി മാൻ, ദേഹം ഈസ് ബോഡി. അത് ദേഹി നിങ്ങൾക്ക് മലയാളം ദേഹി മീനിങ് നിങ്ങൾ അറിയില്ല ശരിക്ക്, അല്ലെ? ദേഹി ദേഹി, നോട്ട് ദേഹം. ഓക്കെ ദേഹി. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യാ അറിയോ? നിങ്ങൾ ഒരു പണി ചെയ്യ്. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ആളുണ്ടെങ്കിൽ ഹോലി സ്പിരിറ്റിനെ കുറിച്ച് എന്റെ പൊന്ന് കൃത്യമായി നിങ്ങൾ സഹോദര അറിയുന്നവരുണ്ടെങ്കിൽ, ഇബ്രാഹിമെ, എന്റെ പൊന്ന് സഹോദര ഇബ്രാഹിമെ, വാട്ട് എവർ ദ എക്സ്പ്ലനേഷൻ യു ആർ ഗിവിംഗ്, ഇറ്റ്സ് യുവർ ഓൺ. ഖുറാനിസ്റ്റിന്റെ ഓക്കെ സ്വന്തം ഇത് തെളിയിക്കൂ. എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. നോക്കൂ, ഇസ്ലാമിൽ അങ്ങനെ നിങ്ങൾ നിങ്ങൾ ഇത് പറയുന്ന തെളിയിക്കൂ. ഒരു കൺസെപ്റ്റും ഇല്ല. ഇല്ല അതൊക്കെ നിങ്ങൾ ഇബ്രാഹിം, ഒരു തെളിയിക്കൂ. മിനിറ്റ്. ഇല്ലില്ലെന്ന്, ഉം. ഒരു മിനിറ്റ്. ബൈബിളില് സത്യത്തിന്റെ ആത്മാവ് എങ്ങനെയാണ് വരുന്നത്? ബൈബിള് ക്രിയേഷൻ മുതലേ ആത്മാവുണ്ട്. ദ ഹൂവറിങ്, അതിനകത്ത് ക്രിയേഷൻ തുടങ്ങുന്ന സമയത്തെ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ അനുശാസിക്കുന്നുണ്ട് ആത്മാവിനെ കുറിച്ച്. ഗിബോർ ബ്രദർ, ഒരു റിക്വസ്റ്റ് ആണ്. ബൈബിളിന്റെ ആ ക്രിയേഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അവിടുന്നേ ഉണ്ട് സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഗിബോർ, ആ നിങ്ങൾ അത് ഞാൻ സോൾ തള്ളി ആണ്. കളയുന്നില്ല ഗിബോർ ബ്രദർ, ഞാൻ അത് അല്ലല്ല തള്ളി കളയുന്നില്ല. പറയുന്ന കേൾക്കൂ. ഞാനൊരു റിക്വസ്റ്റ്, അത് അല്ല, എന്റെ ഒരു യേശുക്രിസ്തു. റിക്വസ്റ്റ് എന്താ? ഗിബോർ ബ്രദർ, എന്റെ ഒരു റിക്വസ്റ്റ് എന്താ? താങ്കൾ ഹോലി സ്പിരിറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണോ? തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞുകൊണ്ട് ഓക്കെ, വരുന്നത്. ഞാൻ ദാറ്റ് വാസ് ഞാനും അല്ല നിങ്ങളും യേശു. ഞാനും അല്ല, ഒരു മിനിറ്റ് ഇബ്രാഹിം, ഇതിപ്പോ ഒന്ന് ഞാനും പറഞ്ഞ് ഇത് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതും ഖുറാനുമായിട്ട് ഫൗണ്ടേഷനലി ഇറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി ദർ ഇസ് നോ ഒരു വയബിലിറ്റി അല്ല, ഇല്ല. അതിന് ഞാൻ അതിന് കാരണം പറഞ്ഞുതരാം. അത് അത് അല്ലല്ല, ഒരു പിന്നെന്തല്ല, മിനിറ്റ്. ഒരു മിനിറ്റ് ഡിബേറ്റ് ഇബ്രാഹിം ചെയ്യാം. ഷേഖ്, ഒരു മിനിറ്റ്. നല്ലൊരു ഡിബേറ്റ് റെഡിയാണോ? ആ, ഡിബേറ്റിന് റെഡിയാണോ? വി ആർ ഓൾവേസ് റെഡി, ഓൾവേസ് റെഡി. എപ്പോ അതല്ല എപ്പോ ഞാൻ പറഞ്ഞത്. ഇന്ന് ഈവനിങ് സംസാരിക്കാം. ഇന്ന് ഈവനിങ്. ഓക്കെ, ഞാനിപ്പോ അല്ലല്ല പോകുമ്പോ. ഇബ്രാഹിം, ജസ്റ്റ് ഹാങ് ഓൺ. ഇവിടെ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ്, യേശുക്രിസ്തു പോകുന്നതിന് മുമ്പേ ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട് കൃത്യമായിട്ട്, ഞാൻ ഓക്കെ, ഇതെല്ലാം നിങ്ങൾ പോയാൽ പറയാം. ഇതെല്ലാം ഞാൻ താങ്കൾ ഡിബേറ്റ്, അല്ല ഞാൻ ഇതെല്ലാം അല്ല ഡിബേറ്റിൽ ഞാൻ പറഞ്ഞോളൂ. പോയാൽ അല്ലല്ല ഡിബേറ്റ് പറയുന്നല്ല. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഞാൻ ഇല്ല, നിങ്ങൾ പോയാൽ പറഞ്ഞോളൂ, ഞാൻ പോവാം. എന്റെ എന്റെ കാര്യസ്ഥനെ അടുത്ത് അയക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ ദാറ്റ് ഓക്കെ. ഈസ് വാട്ട് ദി അല്ല, സ്പിരിറ്റ് വിച്ച് വി ആർ ടോക്കിംഗ് അബൌട്ട്. അത് അവിടെ ഇന്നും അപ്പോ ആരൊക്കെ തന്നെ പ്രാപിച്ചിട്ടുണ്ടോ അവരുടെ കൂടെ ഉണ്ട് ഇന്നും. അപ്പോ അതല്ലാതെ ഒരു അപ്പോ വാക്യം വായിച്ചു കഴിഞ്ഞിട്ട് വരുന്നതല്ല. ജീസസ് ഉണ്ടായപ്പോ ഹോളി സ്പിരിറ്റ് ഉണ്ടായിട്ടില്ല, പിന്നെ അയ്യോ, വന്നതാണോ? ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് സൃഷ്ടി മുതലേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സൃഷ്ടി അപ്പൊ മുതലേ ഈ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് തെറ്റാവില്ലേ? ഞാൻ എന്ത്? പോയതിന് ശേഷം വരുമെന്ന് പറഞ്ഞത്. അത് ഞാൻ റെഡി. പോയതിന് ശേഷം ഹോളി അല്ലല്ല, ഞാൻ സ്പിരിറ്റ് അതിന്റെ വരുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ടുള്ള ഇത് പറഞ്ഞുതരാം. അതിന്റെ കൃത്യമായിട്ടുള്ള കാരണം പറഞ്ഞുതരാം. അന്നും ദൈവദാസന്മാരിൽ ഒരു സ്പിരിറ്റ് ഓഫ് ഗോഡ് വരും. ആ അത് ദൈവം അനോയിന്റ് ചെയ്യുന്നവർക്ക് മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന ഇതാണ്. ദൈവം സെലക്ട്. ഇപ്പൊ ഏലിയാവിനുണ്ടായിരുന്നു, എലീഷയ്ക്ക് ഇതിന്റെ സ്പിരിറ്റ് ഓഫ് ഇതിന്റെ പവർ ഉണ്ടായിരുന്നു, ദാവീദിനുണ്ടായിരുന്നു, മോശയ്ക്ക് ഉണ്ടായിരുന്നു. അത് ദൈവം പേഴ്സണലി അനോയിന്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം മനുഷ്യനെ തെറ്റും ശരിയും തിരിച്ചറിയുന്നതിനും നന്മയെ കുറിച്ച് തിരിച്ചറിയുന്നതിനും മനുഷ്യനെ എല്ലാം ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ എന്തൊക്കെ ഹേർഡിൽസ് വരുന്നു, പാപത്തിൽ നിന്ന് മനുഷ്യനെ ദൂരെ നിർത്തുന്നതിന് ഇതിന്റെ എല്ലാ പ്രവൃത്തിയും കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളിങ് പവർ ആണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. ദ കൺട്രോളിങ് പവർ ദാറ്റ് ഈസ് ഓൾ ഓക്കെ ഓവർ.
അതുകൊണ്ടാണ് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നത്, യേശുക്രിസ്തു ഇതിനെക്കുറിച്ച് വചനം പറയുന്നത്, നിങ്ങൾ യഹോവയെ കളിയാക്കിക്കോ യേശുക്രിസ്തുവിനെ. പക്ഷെ സ്പിരിറ്റ് ഓഫ് ഗോഡിനെ കളിയാക്കുന്നവന്റെ ശിക്ഷ ഭയങ്കരമാണെന്നാണ് ബൈബിൾ പറയുന്നത്. അത് ചുമ്മാ ഇങ്ങനെ ലഭിക്കുന്ന ഒരു സാധനമല്ല. ഓക്കെ ഇറ്റ് ഈസ് ഓക്കെ ഓക്കെ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. യെസ് യെസ് റൈറ്റ് ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ അറിയോ? നമ്മൾ ഇതിനെ ഡിബേറ്റ് ചെയ്തിട്ട് ക്ലാരിഫൈ ചെയ്യാം. ഞാനും താങ്കളും രണ്ട് പേര് ഹോലി സ്പിരിറ്റ്, ഞാൻ മനസ്സിലാക്കിയതും ഖുറാന്റെ ഗൈഡൻസും അബൌട്ട് ഹോലി സ്പിരിറ്റ് ഞാൻ എന്റെ ഭാഗം വെക്കാം. താങ്കൾ ബൈബിളിൽ നിന്ന് ഹോലി സ്പിരിറ്റ് എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അത് എങ്ങനെ കാര്യം നിർവഹിക്കുന്നുണ്ട്, അല്ല അത് ഇബ്രാഹിം, താങ്കൾ ഞാൻ താങ്കളുടെ അതല്ലേ വശം ചോദിക്കുന്നത്, വെക്കും. നിങ്ങൾ ഇല്ല നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള എക്സ്പ്ലനേഷനിൽ തരാൻ പോകുന്നത്. ഇല്ല ഇല്ല നിങ്ങളിപ്പോ നോ 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 നിങ്ങളൊരു നോ നോ ഖുറാനിസ്റ്റ്, ഓൾ നിങ്ങൾ എല്ലാ ഖുറാനിസ്റ്റ്, നിങ്ങൾ ഖുറാനിൽ എന്ത് റെഫറൻസ്, എല്ലാ റെഫറൻസ് വെച്ചിട്ട് തരും വിത്ത് എവിഡൻസ്. ഓരോ എവിഡൻസും അതിന്റെ പ്രാക്ടിക്കൽ വശം ഇന്നത് എവിഡൻസ് എങ്ങനെ വർക്ക് ആവുന്നുണ്ട്, അല്ല, ആരിൽ എങ്ങനെ കൂടുതൽ എല്ലാ. എവിഡൻസ് കാണിക്കും? ഞങ്ങൾക്ക് കാണിക്കാൻ എവിഡൻസുകളുണ്ട്. അന്നത്തെ ശിഷ്യന്മാരുണ്ട്, ഈ മാളികപ്പുറത്തിരുന്ന് മാളികമുറിയിലിരുന്ന് ആത്മാവ് പ്രാപിച്ചവരുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അല്ല, There is ഞാൻ an പ്രസന്റ് evidence. ടൈം, പ്രസന്റ് ടൈം ഇന്ന് ഫാക്ച്വൽ ഫാക്ട് എങ്ങനെ ഖുറാന്റെ വേർസസ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഹോലി സ്പിരിറ്റ് വർക്ക് ആകുന്നത് ഖുറാന്റെ വേഴ്സുകൾ കാണിക്കും, ഓരോ എന്റെ വേഴ്സുകൾ കാണിക്കും. ഇബ്രാഹിം, ഞാൻ ദാറ്റ് പറയാം. ഈസ് നിങ്ങളുടെ ഇൻവെൻഷൻ ആണ്, നിങ്ങളുടെ ഡിസ്കവറിയാണ് അത്. ഇറ്റ് ഈസ് യുവർ ഓൺ ശരി, ഒരു ഡിസ്കവറി. നിമിഷം, ഒരു ഖുറാനിസ്റ്റുകളുടെ നിമിഷം. ഈ ഡിസ്കവറിയാണത്. ഇബ്രാഹിമേ, എല്ലാ ഇബ്രാഹിം കാലങ്ങളിലും താങ്കൾ ജനങ്ങളുടെ എന്തോ മുമ്പിൽ പറഞ്ഞേ? സത്യം അതായത് വന്നപ്പോൾ അതായത് സത്യം റൂഹ് എന്ന് പറയുമ്പോ പറഞ്ഞാൽ യുവർ ഓൺ സോളാന്നോ? ഡിസ്കവറി എന്ന് പറയും. അതാണ് ഇപ്പൊ ഇബ്രാഹിം, സത്യാവസ്ഥ. വാട്ട് ഈസ് റൂഹ്? റൂഹ് എന്ന് പറഞ്ഞാൽ എന്തോ നിങ്ങൾ പറഞ്ഞു? അത് സോൾ. അവിടെ സംസാരിക്കാം. അത് എന്റെ റൂമിൽ വരിക, ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാം. അവിടെ നിങ്ങൾ നിങ്ങളെ വശം വെക്കൂ, ഞാൻ എന്റെ വശം വെക്കാം. അതിന്റെ ശേഷം ഇവിടെ ഡിസ്പ്യൂട്ട് ഡിസ്കസ് ചെയ്യും. ചെയ്തതിന് ഇബ്രാഹിമ ഒരു വിഷമവും ഇല്ല. ഞാൻ പറഞ്ഞ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ടോപ്പ്, ഇന്ന് രാവിലെ കൂടെ പറഞ്ഞു, വി ആർ റെഡി ടു ഡു ദാറ്റ്. പക്ഷെ ഇവിടെ ഓക്കെ വരുന്ന വിഷയം എന്താ പറയുക? അല്ലല്ല, ഒരു മിനിറ്റ്. ഒരു ഖുറാനിസ്റ്റിന് ബാക്കപ്പ് ചെയ്യാൻ എന്തുണ്ടെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. വാട്ട് ഖുറാന്റെ എക്സാക്ട്ലി? വേർസ് മതി, നിങ്ങൾ എന്തുകൊണ്ട് ഖുറാന്റെ വേർസ് ബാക്കപ്പ് മതി, ചെയ്യും? ഖുറാന്റെ വേർസ് വെച്ചിട്ട് സംസാരിക്കാം. ഇപ്പൊ ആ വായിച്ചത് 58ന്റെ 22, അത് വായിച്ചതിനകത്ത് നിങ്ങളാണ് ആത്മചൈതന്യത്തിനെ അത് ഹോളി സ്പിരിറ്റ് ആക്കി ഓക്കെ, മാറ്റുന്നത്. അവിടെ അങ്ങനെ ഒരു വാക്കില്ല. അത് നോക്കാം. അല്ലല്ല, അത് ഒരു വചനം അല്ലല്ലോ. റൂനെ ആ കുറിച്ച് വേറെ കംപ്ലീറ്റ് വേറെ ഒന്നോ എക്സ്പ്ലനേഷൻ. രണ്ടോ 100 വചനം എടുത്തോ, 100 വചനം എടുത്തോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ അതിന് സമയം മതിയാവില്ല, നിങ്ങൾക്ക് ബോറടിക്കും. നമ്മൾ എല്ലാവരും ഒരു റൂം ഇട്ടിട്ട് ആ ഒരു ഡിബേറ്റ് ചെയ്യാം. ഈ വാട്ട് ഈസ് സ്പിരിറ്റ്, വാട്ട് ഈസ് സ്പിരിറ്റ് ഓഫ് ഗോഡ്. അള്ളാഹു എന്താണ് ഊതിയത്? ആദമിന് അത് നോക്കാം, ആദമിന് അത് നോക്കാം. അള്ളാഹു റൂ എന്താണ് ആണ്, ഊതിയത്? അതെ ഹോലി സ്പിരിറ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ സംസാരിക്കാം. ഹോളി അതാണ് സ്പിരിറ്റ് ഞാൻ ആണ്. പറഞ്ഞത്. അത് സോളാണോ റൂഹാണോ? അത് സ്പിരിറ്റ് ആണ്. സോൾ വേറെ ആണ് സാറേ, നഫ്സ് വേറെ ആണ്, സ്പിരിറ്റ് വേറെ ആണ്. ഇതാണ് പറഞ്ഞുള്ളത് നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾ നഫ്സ് വേറെ, നേരത്തെ റൂഹ് വേറെ. പറഞ്ഞ റൂഹ് എന്ന് പറഞ്ഞ സോളാന്ന്. അല്ലല്ല, നിങ്ങളല്ലേ പറഞ്ഞത്? താങ്കൾ പറഞ്ഞാണ് റൂ മീൻസ് സോൾ ആണ്, ആത്മാവാണെന്ന്. ആര് പറഞ്ഞു? താങ്കൾ, ഞങ്ങളല്ല, അതല്ല ഞാൻ പറഞ്ഞു. പറഞ്ഞു റൂഹ് എന്ന് പറഞ്ഞ റൂ സ്പിരിറ്റ് മീൻസ് എന്നാ ഞങ്ങൾ സ്പിരിറ്റ്, പറഞ്ഞു. സ്പിരിറ്റ് മീൻസ് സത്താണ്, സാരമാണ്. അത് സോൾ, ആത്മാവല്ല. നിങ്ങളല്ലേ ഹോലി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പവിത്ര ആത്മാവെന്ന് പറഞ്ഞ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. തെറ്റായ ട്രാൻസ്ലേഷൻ ആണത്. അത് നമ്മൾ അവിടെ സംസാരിക്കാം. ഞങ്ങളപ്പോ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾ റൂഹ് എന്ന് പറഞ്ഞ സാർ, എന്തുവാ? ക്രിസ്ത്യൻ വേൾഡ്, ഞാൻ പറയട്ടെ, വാട്ട് ഈസ് റൂഹ്? ക്രിസ്ത്യൻ വേൾഡ് ഹോലി സ്പിരിറ്റിനെ പവിത്ര ആത്മാവെന്ന് തെറ്റായി ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഡിസ്പ്രൂവ് ചെയ്യും, ഞങ്ങൾ സംസാരിക്കാം. ഓക്കെ, അത് ഹോലി എന്താണ് സ്പിരിറ്റ് സഹോദര മീൻസ് പറയുന്നത്? പവിത്ര നിങ്ങൾ ആത്മാവല്ല. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പവിത്ര ആത്മാവ്. ഓക്കെ, ആയിക്കോട്ടെ. അല്ല 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 അല്ല, റോങ് ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ എന്താണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ? എന്താണ്? ഹോലി സോൾ എന്ന് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞത്. ഹോളി സ്പിരിറ്റ് അല്ലുമ്പോ അപ്പൊ പവിത്ര ആത്മാവ് എന്ന് പറഞ്ഞ സാരമാണ്. സോളാ? ആത്മാവ് എന്ന് പറഞ്ഞ സാരം സോളാ? അല്ല. ആത്മാവ് മീൻസ് സോൾ തന്നെയാണ്. സോൾ മീൻസ് ആത്മാവ് എന്ന് ആത്മാവാണ്. പറഞ്ഞ സോളാന്നോ? യെസ്. അപ്പൊ റൂഹ് എന്ന് പറഞ്ഞ സോളാണ്. അല്ല, റൂ മീൻസ് അപ്പൊ സ്പിരിറ്റ് ആണ്. റൂഹിന്റെ അർത്ഥം എന്തുവാ? സ്പിരിറ്റ്. അതെ, എന്താണ് ഇത് ഇബ്രാഹിം? ഇപ്പൊ നിങ്ങൾ മാറ്റി മാറ്റി പറയുന്നത് എന്താണ്? സ്പിരിറ്റ് ആണോ സോളാണോ? ഓക്കെ, നിങ്ങളാണ് മാറ്റി പറഞ്ഞുള്ളത്. ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നഫ്സ് ഇസ് ഈക്വൽ ടു ആത്മാവ് ഇസ് ഈക്വൽ ടു സോൾ. റൂ നഫ്സ് ഈക്വൽ ടു ഇസ് ഈക്വൽ, ആത്മാവോ? ആത്മാവ് എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ എന്തുവാ? നഫ്സ് മീൻസ് ആത്മാവ് എന്ന് പറഞ്ഞ ആത്മാവ്. ഇംഗ്ലീഷിൽ എന്തുവാ? ഇംഗ്ലീഷിൽ സോൾ ആണ്. സോൾ, ആത്മാവ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ സോളാ. സോൾ ആണ്. അപ്പൊ സ്പിരിറ്റ് ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അറബിയിൽ റൂഹ് ആണ്, മലയാളത്തിൽ സാരമാണ്, ഇംഗ്ലീഷിൽ സ്പിരിറ്റ് ആണ്. അപ്പൊ റൂഹ് എന്ന് പറഞ്ഞാൽ ഹോളി ആത്മാവ് സ്പിരിറ്റ് എന്ന് മീൻസ് പറഞ്ഞാലോ? പവിത്ര സാരം.
അപ്പൊ ആത്മാവെന്ന് പറഞ്ഞാലോ? ആത്മാവ് നഫ്സ്, അറബില്, ഇംഗ്ലീഷില് സോൾ. ഇത് നിങ്ങളെ പാസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചു വാ, നിങ്ങളെ സാറേ പാസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചു വാ, അതിന്റെ താങ്ക് യു ചോദ്യം വെരി ചോദിക്കൂ, നോ മച്ച്. പ്രോബ്ലം. ഓക്കെ, താങ്കളെല്ലാം കൺഫ്യൂസ് ആക്കി അല്ല വെച്ചിരിക്കുക. സാറേ, നിങ്ങളെ ചർച്ചിൽ ഫാദറിന്റെ അടുത്ത് ചോദിക്കൂ, ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്ന നിങ്ങൾ ഇവിടെ തന്നെ ഇതേ റൂമില് സാറേ വേറെ പരിശുദ്ധ ആത്മാവ്, പാസ്റ്ററിന്റെ വാട്ട് അടുത്ത് ഈസ് സംസാരിച്ചു. പരിശുദ്ധ ആത്മാവ്? ഞങ്ങൾ പറയുന്ന പരിശുദ്ധ ആത്മാവ്, വാട്ട് ഈസ് ദാറ്റ്? അത് ഇംഗ്ലീഷിൽ പറഞ്ഞു. മലയാളത്തിൽ വരുമ്പോ പരിശുദ്ധ ആത്മാവ് നിങ്ങൾ തെറ്റായി ട്രാൻസ്ലേഷൻ ചെയ്യുകയാണ്. ബൈബിളിൽ ആഹാ, ഹോളി ആണോ? സ്പിരിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മലയാളം തർജ്ജുമാവണം പവിത്ര സാരം, പവിത്ര ആത്മാവല്ല. നിങ്ങൾക്ക് ഇത് ഓക്കെ പേര് ഓക്കെ. തന്നെ തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ, പറയുന്നത് ഞങ്ങൾ ഇതിനെ കുറിച്ച് ഡിബേറ്റ് അത് ചെയ്യാം. ശരി. ആ ഓക്കെ ഇതിന് ഓക്കെ ഇത് ഓക്കെ. ശരി നിങ്ങൾ ശരി, ചെറുപ്പം വായിക്കും. മുതൽ പഠിച്ചിട്ടുള്ള ട്രാൻസ്ലേഷൻ തന്നെ തെറ്റാണ്. ഇബ്രാഹിമിന് ആത്മാവിനെ കുറിച്ച് മലയാളം വായിക്കാനും എഴുതാനും അറിയാം ഇബ്രാഹിമെ? ഇല്ല അറിയില്ല. ഇല്ല. പിന്നെ മലയാളത്തെ പറ്റി പറയാൻ തനിക്ക് എന്ത് യോഗ്യത ഉള്ളത്? അല്ല, വേർഡിനെ കുറിച്ച് പറയാൻ യോഗ്യത വേണ്ടല്ലോ, മനസ്സിലായാൽ മതിയല്ലേ. താങ്കൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാം, മലയാളം അറിയത്തില്ല എന്ത് പറയാം? മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാണ്. ഓക്കെ, ഇവിടെ തന്നെ താങ്കൾക്ക് ഈ പറയുന്നത് ഒരു മിനിറ്റ് സാറേ, മനസ്സിലാവില്ല. നിങ്ങൾക്കറിയല്ലോ, നിങ്ങൾ പറഞ്ഞിട്ടാ ഹോലി മീൻസ് എന്താണ്? ഹോലി മീനിങ് ഒക്കെ ഏത് വർഷമാണ് വന്നത്? അറബി അതിനകത്ത് പിടി, വാക്കുകളൊക്കെ ഇംഗ്ലീഷ് എവിടുന്ന ബോറോ ഇംഗ്ലീഷ് മലയാളം ചെയ്തേക്കുന്നത് പറ. നിങ്ങൾക്കറിയോ? അറബി പിടി, ഇംഗ്ലീഷ് മലയാളം പറ. ഹോലി സോൾ മീൻസ് മലയാളത്തില് പവിത്ര ആത്മാവാണ് ഹോലി സോൾ. It's ഹോളി സ്പിരിറ്റ് none of the people who say Wrong. it's holy soul. Stupid ഹോളി thing. സോൾ Holy soul എന്ന് ആരും Don't repeat പറയത്തില്ല. It's a translation. soul. ഹോലി സോൾ ഇതെന്ത് വേറെ, ഹോളി സ്പിരിറ്റ് പരിശുദ്ധ വേറെ. ജീവൻ എന്നാണ് പറയുന്നത്. അങ്ങനെ പരിശുദ്ധ ജീവൻ ഇല്ല എന്നല്ല പറയുന്നത്. സോൾ അല്ല, എന്ന് പരിശുദ്ധ മാത്രമുള്ള ജീവന്റെ വാക്ക് ഹോളി ലൈഫ്, ഉപയോഗിക്കത്തുള്ളൂ. It's ഹോളി soul. ലൈഫ്, SOUL, ഹോളി. soul. ഇല്ല നോക്കി, ഹോളി ജീവനുള്ള ലൈഫ് സ്പിരിറ്റ് എന്ന് എന്ന് പറയാം, പറയാം. ഹോളി It's a ലൈഫ്. spirit. ഹോളി ഹോളി ലൈഫ് ലൈഫ് എന്ന് വേറെ, പറയാം. ബട്ട് ഹോളി സോൾ എന്ന് പറയത്തില്ല. അത് പരിശുദ്ധമായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ ഹോളി ലൈഫ് ആ ഒരു രീതിയിൽ സാറേ അഡ്രസ് ചെയ്യും. ബട്ട് ഇറ്റ് നെവർ ഇവിടെ സേ വച്ച ഹോളി സോൾ എന്ന് ഇവിടെ പറയത്തില്ല. അല്ല, ഇവിടെ വച്ച ഉണ്ടാക്കിയിട്ട് വെറും ഗുണമില്ല. നിങ്ങൾ ഇതിനെ സ്റ്റഡി ചെയ്തിട്ട് വരൂ. നിങ്ങൾക്ക് എന്റെ പൊന്ന് തെറ്റായിട്ടാണ് സഹോദര, പഠിപ്പിച്ചിട്ടുള്ളത്. 6236 ആയത് ഇവിടെ പഠിച്ചു കഴിഞ്ഞ് അതിനകത്ത് ഹോളി സ്പിരിറ്റ് അവിടെ അത് ആണെങ്കിൽ ബൈബിൾ ഒരു ബൈബിൾ മിനിറ്റ് ഞാൻ ഒരു ബൈബിളിന്റെ ഏറ്റവും വലിയൊരു ട്രാൻസ്ലേഷൻ ബ്ലണ്ടർ ആണ്. പറയാം. ഈ റൂഹില്ല എന്ന് പറഞ്ഞ സാധനം എന്ത്? റൂഹില്ല നിങ്ങള് എന്ന് പറഞ്ഞ സാധനം എന്ത്? ആക്ച്വലി ഗിബർ നോക്കി, ഒരു സത്യസന്ധത വേണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു ലാംഗ്വേജ് എന്നും എന്റെ കറക്റ്റ് പൊന്ന് മനസ്സിലാകുന്ന സഹോദര, സത്യസന്ധത. സത്യസന്ധത നിങ്ങളിലല്ലേ ഇല്ലാത്ത? നിങ്ങൾ ആത്മചൈതന്യത്തിനെ നിങ്ങൾ ഹോളി സ്പിരിറ്റ് ആക്കി മാറ്റുന്നത് നിങ്ങളാണ്. അതിനെ ഇല്ല വ്യാഖ്യാനിക്കുന്നത്. ഞാൻ അവിടെ തെറ്റ് നിങ്ങൾ ട്രാൻസ്ലേഷൻ അറബിയിലുള്ള അതിന്റെ വേർഡ് പറ. വാട്ട് പറയും. എക്സാക്ട്ലി ദ വേർഡ് യൂസിങ് ഓൺ 58ന്റെ 22 അറബിയിലുള്ള വേർഡ് പറ. അവിടെ ഞാൻ ഓൺലി സ്പിരിറ്റ്, അതായത് അറബിയില് മലയാളത്തില് സാരം എന്ന് യൂസാക്കും ഞാൻ, സാരം അല്ലെങ്കിൽ സത്ത്. എന്റെ പൊന്ന് സഹോദരൻ, ഞാൻ അള്ളാഹുവിന്റെ അതൊന്നും സത്ത്, ചോദിക്കുന്നില്ല. വാട്ട് എക്സാക്ട്ലി സേയിങ് ഇൻ ദ അറബിക് ലാംഗ്വേജ്? അത് നിങ്ങൾ റൂഹാണ്. അറബിയിൽ ആത്മചൈതന്യം, റൂഹ് ആണ്, റൂഹ്. ആത്മചൈതന്യം അങ്ങനെ റൂഹാവുന്ന എന്റെ പൊന്ന് സഹോദര? ഒരു ചൈതന്യം ഇല്ല പ്രസരിപ്പെന്നാണ്. ചൈതന്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സാറേ, എന്തുവാ? അങ്ങനല്ല ഗിബോർ. മലയാളത്തിൽ ഇവര് ട്രാൻസ്ലേഷൻ തെറ്റാണ് ചെയ്യുന്നുള്ളത്, എന്റെ പൊന്ന് മനസ്സിലായില്ലേ? സഹോദര, അവിടെ ആക്ച്വലി ട്രാൻസ്ലേഷൻ നിങ്ങൾ എല്ലായിടത്തും തെറ്റാ. നിങ്ങൾ ഇംഗ്ലീഷിലും നിങ്ങൾ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഇപ്പൊ അങ്ങനെ ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ മൊത്തം തെറ്റാക്കിയല്ലേ പറയുന്നുള്ളത്. നിങ്ങൾ നോക്കി, എന്റെ ഹോളി പൊന്ന് സ്പിരിറ്റ് സഹോദര അങ്ങനല്ല. നിങ്ങള് ഞാൻ പവിത്ര അതുകൊണ്ടാണ് ആത്മാവെന്ന് പറഞ്ഞത്. പറയുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഖുറാന്റെ ആദ്യത്തെ ചാപ്റ്റർ വായിക്കുക. നിങ്ങൾ സൂറ അലക്ക് വായിക്കുക. സൂറ അലക്ക് തുടങ്ങുന്നത് എന്ത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്? വാട്ട് എക്സാക്ട്ലി ഇറ്റ് അല്ല, സ്റ്റേറ്റ്സ്? ഇപ്പൊ ഖുറാനല്ല, ബൈബിളിന്റെ ഇവിടെ എഴുതുന്ന തുടക്കം, ഹോളി എന്റെ പൊന്ന് സ്പിരിറ്റിന്റെ സഹോദര, കൃത്യമായ ബൈബിളിൽ തുടക്കം ട്രാൻസ്ലേഷൻ. മുതലേ ഈ ഓക്കെ, സ്പിരിറ്റ് ഓഫ് ഈവനിങ് ഗോഡിന്റെ നമ്മൾ പ്രസൻസ് സംസാരിക്കാം ഉണ്ട്. ഗിബോർ. ഞാൻ പോകുന്നുണ്ട്, എനിക്ക് പണിയുണ്ട്. നമ്മൾ ഈവനിങ് ഞാനും നിങ്ങൾ ഡിബേറ്റ് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് റെഡിയാണോ? നോ, സി, ഞാൻ ഒരു ഹോളി കാര്യം സ്പിരിറ്റ് കണ്ടീഷണൽ ആയിട്ട് പറയാ. വി ജസ്റ്റ് ഡോണ്ട് വാണ്ട് യുവർ ഓൺ എക്സ്പ്ലനേഷൻ. വി ഡോണ്ട് വാണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് സ്വന്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അത് വേണ്ട. ഇത് നോക്കിയപ്പോ ലെറ്റ്സ് ഇത് ഹാവ് ഇത് എ വെരി ആരോപണം, വെരി ഇത് കൺസ്ട്രക്റ്റീവ് ആരോപണമാണ് ഗിബോർ. സ്റ്റേറ്റ്മെന്റ് ഫ്രം. ഇത് ആരോപണമാണ്, ഇത് ആരോപണമാണ്. ഒരു സോഴ്സ് ഉണ്ടല്ലോ, ഖുറാൻ ഉണ്ട്. അതിന്റെ ഞാൻ നിങ്ങൾക്ക് വേഴ്സസ് അയച്ചു തരാം. നിങ്ങൾ തന്നെ അത് വായിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ തന്നെ വായിച്ച് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഖുറാന്റെ വേഴ്സസ് തരാം. നിങ്ങൾ അത് വായിച്ചിട്ട് എനിക്ക് എന്റെ ഖുറാന്റെ പൊന്ന് കോൺസെപ്റ്റ് ഓഫ് ഹോളി സഹോദര, സ്പിരിറ്റ് പറ. ഇവിടെ ഇല്ല. ഈ ഇല്ല ഹോളി പ്ലീസ്. സ്പിരിറ്റിന്റെ കാര്യത്തിൽ അള്ളാഹു പോലും അതിന്റെ ഒതന്റിസിറ്റി, അതിന്റെ അതോറിറ്റി എടുക്കുന്നില്ല. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഇല്ല, ഈ അതല്ല, നിങ്ങൾക്ക് ഈ മനസ്സിലായില്ല. ഈ റൂഹില്ല ചെന്ന് തെറ്റായി ഈ മനസ്സിലായി. ഈ മറിയത്തിന്റെ ഫർജയിൽ ഊതിയിട്ട് അവിടെ ആ റൂഹിലെ ജിബ്രീലിന്റെ അവിടെ കെട്ടുന്ന ആയത്ത് ഖുറാനകത്തുണ്ട്. ഹി ഈസ് ഉണ്ട് ഉണ്ട് ഓൾസോ ഉണ്ട് നോട്ട് ഉണ്ട് ടേക്കിംഗ് ഉണ്ട്. അതോറിറ്റി ഓഫ് ദാറ്റ് റൂ.
ഓക്കെ, അത് ഞാൻ പറയാം നിങ്ങൾക്ക് എന്താണെന്ന് അവിടെ ഡിബേറ്റിൽ പറയാം. അതും ആ വേഴ്സസും അതിൽ കവർ ചെയ്യാം ഡിബേറ്റിൽ. മറിയമ്മുടെ ഫർജില് എങ്ങനെയാണ് സ്പിരിറ്റ് ഊതുന്നത്, ആ, എങ്ങനെയാണ് നമ്മളെല്ലാവരും ഉണ്ടായത്, എല്ലാം കുറിച്ചും അവിടെ ഞാൻ സംസാരിക്കാം. നിങ്ങൾ he നിങ്ങളെ just വർഷം നിങ്ങൾ അല്ലല്ല, ഞങ്ങളുടെ വെർഷൻ അയാളുടെ ഓൾറെഡി നിങ്ങൾ ക്ലിയർ അയാളുടെ ആണ്. ഒരു ഇറ്റ്സ് ഗോട്ട് എ ഇതാണ്. ക്ലാരിറ്റി. അല്ല ഓക്കെ, ഇബ്രാഹിം അതാണ് ഞാൻ ഷേഖ് പറഞ്ഞത്. ഇവിടെ ഇബ്രാഹിം ഇവിടെ ഷേഖ് ഡിസ്റ്റർബൻസ് കുറേയുണ്ട്. ഇവിടെ മൂന്ന് നാല് പേര് സംസാരിച്ചിട്ട് കംപ്ലീറ്റ് ഡൈവേർട്ട് ചെയ്യും. അവിടെ എന്താ കുറച്ച് അതല്ല ഇത് മൂന്ന് നമ്മളിപ്പോ ഒരു മിനിറ്റ് സാറേ, ഒരു ടൈം മൂന്ന് അല്ലല്ല, ഇവിടെ ഒരു ടൈം ഫ്രെയിം മൂന്ന് മിനിറ്റിൽ വെച്ചിട്ടുള്ള ഡിസ്കഷൻ അല്ല. അതുകൊണ്ട് ആൾക്കാർ ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്യുന്നു, ഇറ്റ്സ് ഓക്കെ. പക്ഷെ എന്നിട്ടും ആ അവരെ ഓരോരുത്തരെയും നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ജെയിംസ് സാറാണ് പറയാൻ പോകുന്നത്. ജെയിംസ് സാറെ ഒന്ന് പറയാം. ജെയിംസ് സാർ. ഞാൻ പോട്ടെ, സാറേ എനിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ, എനിക്ക് പണിയുണ്ട്, ഇദ്ദേഹത്തിന് ഞാൻ പോന്ന്. മലയാളത്തിന്റെ ABCD അറിയത്തില്ല, എന്നിട്ട് മലയാളത്തിന്റെ വ്യാകരണത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് വരിക. ഈ ആത്മാവും ദേഹിയും ദേഹവും ഒരേ വാക്യത്തിൽ വരുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5:23. സ്പിരിറ്റ് എന്ന് പറഞ്ഞ ആത്മാവാണ്. ഇദ്ദേഹം തമിഴുമായിട്ട് കൺഫ്യൂസ് ചെയ്യുകയാണ്. തമിഴില് ആത്മാവ് ആവിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, തമിഴില് ഇതെല്ലാം ആ സോറി, കൺഫ്യൂഷനായി നിങ്ങൾ പറയുന്നത്. സെൻസ്ലെസ് ഇദ്ദേഹം സെൻസ്ലെസ് മലയാളത്തിന്റെ ടോക്കാണ്, ഞാൻ പോകുന്നുണ്ട്. ഈ എക്സ് സെൻസ്ലെസ് എക്സ് ടോക്കാണ് ബോസ്, ഞാൻ പോകുന്നുണ്ട്. ഓക്കെ ബൈ. തമിഴില് സോളിന് ആത്മ, അതാണ് അദ്ദേഹം ഇട്ട് കൺഫ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരെ വിളിച്ച് നമ്മൾ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഗിബോർഗോ അതല്ല അല്ല ജെയിംസ് സാറെ, ഇതെന്താ ഇഷ്യൂ എന്താണെന്നറിയാ? ദീസ് ഗൈസ് ആർ ഖുറാനിസ്റ്റ്. ഖുറാനിസ്റ്റിന് ഇവര് പുതിയതായിട്ട് ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് ഒരു ഇതുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവര് ചിലപ്പോ പറയും ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു തത്വമാണെന്ന് പറയും, ചിലപ്പം പറയും എക്സിസ്റ്റ് ചെയ്യുന്നെന്ന് പറയും. മുഹമ്മദ് എന്ന് പറയുന്ന ആരാണ് പ്രവാചകൻ, ആര് എങ്ങനെ തെളിയിക്കും? ഇവർ ഖുറാൻ വെച്ച് എന്ത് ചെയ്യും? ഈ പുള്ളി അള്ളാഹുവിനെ പോലും ഖുറാനിസ്റ്റ് ആണെന്ന് ഗിബോർജ്, പുള്ളി എന്നാലും ഖുറാനിസ്റ്റ് ആണെന്ന് അറിയാവുന്ന മുസ്ലിങ്ങൾ പോലും വന്നിട്ട് പുള്ളിക്ക് വേണ്ടി താളം പിടിക്കുക. ഇവിടെ ഭയങ്കര താളം പിടുത്തവാ. ജെയിംസ് സാർ എന്ന് പറയുന്നത് അല്ല, ഈ പുള്ളിക്ക് മലയാളം അറിയത്തില്ലെന്നേ. പുള്ളി എന്നിട്ട് മലയാളത്തിൽ സ്പിരിറ്റിന്റെ വാക്കും സോളിന്റെ വാക്കും ഒക്കെ പറയാൻ വന്ന ആരെ അംഗീകരിക്കുന്നേ? അത് വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വർഷങ്ങളായിട്ട് തിയോളജിയൻസ് പഠിച്ച് റിസർച്ച് ചെയ്ത് അതിന്റെ സമ്പൂർണമായിട്ടുള്ള അർത്ഥം പുറത്തു വന്നിട്ടുള്ളതല്ലേ. അത് സ്യൂച്ചി എന്ന് പറഞ്ഞാല് സോളാണ്. ന്യൂമ എന്ന് പറഞ്ഞാല് ഗ്രീക്കില് ആത്മാവാണ്. സോമ എന്ന് പറഞ്ഞാൽ ബോഡിയാണ്. അത് മൂന്നാണ്. അപ്പൊ ഇദ്ദേഹം തമിഴിലെ ഒരു കൺഫ്യൂഷൻ കൊണ്ടുവന്നാണ് ഈ പറയുന്നത്. സോളിന് തമിഴില് ആത്മ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്, സ്പിരിറ്റിന് ആവി. അദ്ദേഹം അത് വെച്ച് മലയാളത്തെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വരിക. ഇങ്ങനെയുള്ള മലയാളം പണ്ഡിതന്മാർ ബൈബിൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ വന്ന ഭയങ്കര ദുര്യോഗമാണ്. താങ്ക് യു. ജെയിംസ് സാറേ, അത് തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞ, താങ്കൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത താങ്കളാണ് മലയാളം പഠിപ്പിക്കാൻ വരുന്നത് ചോദിച്ചു. ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു പുള്ളിക്ക്. ഇപ്പൊ എന്ത് ചെയ്യാനാ ഇവർക്ക്? അല്ല, ഈ ഇവർക്ക് അറിയാവുന്ന ഖുറാനിസ്റ്റുകളെല്ലാം ബിസിനസ് പൂട്ടിക്കെട്ടി. ഖുറാനിസ്റ്റ് ഓൾമോസ്റ്റ് ദ ഗെയിംസ് ആർ ഓവർ. ഈ മുഫ്തി അബുലയത്തും ടീമുകളൊക്കെ ഈ പരിപാടി കൊണ്ടു ഇങ്ങനെ ഒരു പുതിയൊരു കൺസെപ്റ്റ്, ഹദീസ് ഇല്ലാതെ, തഫ്സീർ ഇല്ലാതെ, ഈ മറ്റുള്ള പുസ്തകങ്ങൾ ഇല്ലാതെ ഒരു പുതിയൊരു കൺസെപ്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചതാണ്. പക്ഷെ ഈ ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നതിനും വിവരമില്ല, എഴുതിയതിനും വിവരമില്ല, ഒരു സാധനമില്ല. ഒരു പുസ്തകത്തിന് ഒരു ആത്മാവുണ്ടല്ലോ, അപ്പൊ നമുക്ക് വായിക്കുമ്പോ അതിനും അതിൻ്റെതായ ഒരു കൺസെപ്റ്റ് ഇല്ല, അതുമില്ല. ആ സാധനം വെച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതാ റൂളിന്റെ ഞാൻ കാര്യത്തിൽ ഞാനും ചോദിച്ചത് ഈ ഈ ആത്മാവ് റൂഹുൽ ഖുദുസോ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ എന്തുവാണ്? ഈ പേഴ്സൺ ആണോ, ആരാണ്, എന്തുവാണ്? ഈ പവർ ആണോ, അതിനെന്തേലും ഇമോഷൻ ഉണ്ടോ? അതൊന്നും ഇല്ല. എന്തുവാണെന്ന് പോലും അറിയത്തില്ല. അത് സാധനം എന്തുവാണെന്ന് നമുക്കറിയണ്ടേ? ഇവര് പറയുന്ന പരിശുദ്ധാത്മാവോ അല്ലെ റൂഹുൽ ഖുദുസോ അതൊക്കെ എന്തുവാണ് സാധനം? പേഴ്സൺ ആണോ, പവർ ആണോ, അതിന് എന്തേലും ചിന്തിക്കാനുള്ള കഴിവുണ്ടോ? അതൊന്നും അറിയത്തില്ല. ഏതോ ഒരു എസൻസ്, ഒരു സാരമാണെന്ന് എന്തൊക്കെയോ പറയുന്നു. അതല്ല ഞാൻ ചോദിച്ചത്, ഈ സൂറ മൈദയും ഈ സൂറ തോബയൊക്കെ വായിക്കുമ്പം ഈ ഈ ആ, അവിശ്വാസികളെ ഹാൻഡിൽ ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ, ഇടത് കൈ വെട്ടുന്നത്. അതെന്തുവാ ഈ ആത്മാവിന്റെ ഇടത് കൈ വെട്ടുന്നതും അങ്ങനെയാണ് ഇതിന്റെ ആത്മീയമായ അർത്ഥം പോകുന്നത്. ഇവര് ചുമ്മാ, ഇവർക്ക് ഒരു ഇതില്ല, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ടീമാ. ഏത് കെയർ ഓഫിൽ ഇവർ ഇത് ചെയ്യും? സ്പിരിറ്റ് ഓഫ് ഗോഡ്. എന്തൊരു സ്പിരിറ്റ്? ഇവിടെ
മെരിയത്തിനെ ഗർഭിണിയാക്കിയിട്ട് അതിന്റെ പിതൃത്വം ഏൽക്കാൻ പോലും ഈ റൂമിലേക്ക് ഇത് കപ്പാസിറ്റി ഇല്ല. ബ്രാക്കറ്റില് അത് ഒരു ഇല്ല നമ്മുടെ വാഴക്കൊല വീഴാതിരിക്കാൻ ഈ കവട്ട വെച്ച് കെട്ടുന്നതിന്റെ കൂട്ട് കവട്ട വെച്ച് കെട്ടുന്ന ഒരു ജിബ്രീലിനെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഇവർ സംസാരിക്കുന്നത്.